അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെൽത്ത് കെയർ വീഡിയോ ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 50 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇഞ്ചിക്കകത്ത് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്. ഇഞ്ചിക്കകത്ത് 100ഓളം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ജിഞ്ചറോൾ എന്ന രാസവസ്തുവാണ് നമുക്ക് ഇഞ്ചിയിൽ നിന്നുള്ള ഗുണവും രുചിയും മണവും ആ ഇഞ്ചിക്കകത്തുള്ള ഒരു എരിവും ഒക്കെ നൽകുന്നത്. അപ്പൊ ഈ ജിഞ്ചറോളാണ് നമുക്ക് പലതരത്തില് ആരോഗ്യത്തിന് ഗുണകരമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇഞ്ചിയുടെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ അവയവങ്ങൾക്കകത്ത് മസിലുകൾക്കുള്ള വേദന, കുഞ്ഞുകുട്ടികൾക്കുള്ള വയറുവേദന, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അമിതമായ വേദന, മസിലുകൾ ചുരുങ്ങി പിടിക്കുന്നത് കൊണ്ടുള്ള വേദന വരുന്നത് ഗ്യാസ് കൊണ്ടോ മറ്റെന്തെങ്കിലും കണ്ടീഷനുകൾ കൊണ്ടോ ഒക്കെ ആകാം. ഇത് മാറുന്നതിനും ഇഞ്ചിനീര് സഹായിക്കും. അതുപോലെ തന്നെ പല സ്ത്രീകൾക്കും പീരീഡ്സ് സമയത്തുണ്ടാകുന്ന അസഹ്യമായ വയറുവേദനയ്ക്ക് കാരണവും യൂട്രസിന്റെ മസിലുകൾ ചുരുങ്ങി വരുന്നതാണ്. ഈ പെയിൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇഞ്ചിനീരിന് കഴിവുണ്ട്. ഇനി ഇഞ്ചിയുടെ ഈ തൊലിയൊക്കെ നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാം. ശരീരത്തിലെ മസിലുകൾ ഉണ്ടാകുന്ന വേദന, മസിൽ കോച്ചിപ്പിടുത്തൽ, ഇതിന്റെ വേദനയൊക്കെ മാറുന്നതിനും ദിവസവും ഇഞ്ചിനീര് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ വിശപ്പ് കുറവുള്ളവർക്ക് വിശപ്പ് വർദ്ധിപ്പിക്കാനും ഇഞ്ചിനീരിന് വളരെയധികം കഴിവുണ്ട്. വയറിനകത്തുള്ള നീർക്കെട്ട് കുറയുന്നതിനും ദഹന രസങ്ങൾ വർദ്ധിപ്പിച്ച് ദഹനം പ്രോപ്പറായി നടക്കുന്നതിനും സഹായിക്കുന്നു. അതുപോലെ അസിഡിറ്റി മാറുന്നതിനും ഇഞ്ചിനീര് സഹായിക്കുന്നു. കൂടാതെ പ്രമേഹ രോഗികളുടെ ഉദര രോഗങ്ങൾക്കും പ്രത്യേകിച്ച് ഗർഭിണികളെ പ്രമേഹ രോഗം ഉള്ളവർക്ക് ഗർഭാവസ്ഥയിൽ ഓൾറെഡി ഗ്യാസ്, ബുദ്ധിമുട്ട്, നെഞ്ചരിച്ചൽ, പുളിച്ചിതികട്ടൽ എന്നിവ ഉള്ളതാണ്. പ്രത്യേകിച്ച് ഗർഭിണികൾക്ക്, ഈ പ്രമേഹ രോഗമുള്ള ഗർഭിണികൾക്ക് ദഹനം കൂടുതൽ പ്രശ്നമാകും. അപ്പൊ ഇത്തരക്കാർക്ക് ഇഞ്ചിനീര് ഒരു 3 ഗ്രാം വരെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അലർജി പ്രശ്നമുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷം, തുമ്മൽ, മൂക്കലിപ്പ്, തൊണ്ടവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ദിവസവും ഇഞ്ചിനീര് കഴിക്കുന്നത് നല്ലതാണ്. കൂടാതെ വൈറസ് മൂലമുണ്ടാകുന്ന കടുത്ത പനിയോടൊപ്പം തന്നെ കടുത്ത തൊണ്ടവേദന, ഇൻഫെക്ഷൻ, നീർക്കെട്ട് എന്നിവ മാറുന്നതിനും ഇഞ്ചിനീരിന് സഹായിക്കും. അമിതമായ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇഞ്ചിനീര് കഴിച്ചാൽ ചീത്ത കൊളസ്ട്രോളിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നതിനും ഈ ഇഞ്ചിനീര് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതാ ഇഞ്ചിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. സന്ധിവാദം, അതായത് തേയ്മാനം ഉള്ളവർക്ക്, ആമവാദം, കൈയിന്റെയും കാലിന്റെയും ജോയിന്റുകൾക്കുള്ള തേയ്മാനം വന്നിട്ടുള്ളവർക്കും നീർക്കെട്ട് വന്നിട്ടുള്ള അമിത വേദന, ജോയിന്റ് ഒക്കെ മൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്ന സമയം ഇത്തരക്കാർക്ക് ഇഞ്ചിനീര് കഴിക്കുന്നത് മൂലം ഇതിന്റെ വേദന മാറിക്കിട്ടും. അമിതമായി ടെൻഷൻ ഉള്ളവരോ അമിതമായി ഗ്യാസ് ശരീരത്തിന്റെ പല ഭാഗത്തും കയറിയിരിക്കുന്നതും ഇഞ്ചിനീര് കഴിച്ചാൽ മാറിക്കിട്ടും. ഇനി ഇഞ്ചി ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇഞ്ചിനീരിന് കഴിവുണ്ട്. അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തിനും ഹൃദയത്തിന്റെ സംരക്ഷണത്തിനും ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക്, ഹൃദയാഘാതം എന്നിവ തടയാൻ വേണ്ടിയിട്ട് ഇഞ്ചിനീരിന് കഴിവുണ്ട്. ഇഞ്ചിയുടെ ജിഞ്ചറോൾ എന്ന ആന്റി ഓക്സിഡന്റ് ഇൻഫെക്ഷനുകളെ തടയാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ജലദോഷം, കഫക്കെട്ട് എന്നിവ മാറുന്നതിനും ഇഞ്ചിനീര് നല്ലതാണ്. ഇപ്പൊ കണ്ടില്ലേ, ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾ രക്തപ്രവാഹത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും വ്യതിയാനങ്ങളുമാണ് തലവേദനയ്ക്ക് കാരണം. അതുപോലെ തന്നെ ഉറക്കച്ചടവ് മാറാത്തതും തലവേദനയ്ക്ക് കാരണമാണ്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള തലവേദനകളെ പമ്പ കടത്താൻ ഇഞ്ചിനീരിന് കഴിവുണ്ട്. അതുപോലെ തന്നെ മൈഗ്രെയിൻ പോലെയുള്ള രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് ഇഞ്ചിനീര്. പലപ്പോഴും ഭക്ഷണങ്ങളോടുള്ള അലർജി മൈഗ്രെയിന് കാരണമാകാറുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മൈഗ്രെയിൻ പെട്ടെന്ന് തന്നെ ഇഞ്ചിനീര് കൊണ്ട് മാറിക്കിട്ടും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇഞ്ചിക്ക് എത്രമാത്രം ഗുണങ്ങളുണ്ടെന്ന്. ഇനി ഇത് മാറ്റിവെക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഓറഞ്ച് ആണ്. ഒരു ഓറഞ്ച് നല്ലതുപോലെ കഴുകി ഇതാ എടുത്തിട്ടുണ്ട്. ഓറഞ്ചിൽ ശരീരത്തിന് ആവശ്യമായ പോഷക ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. ചർമ്മ സംരക്ഷണത്തിനും മുടിയുടെ വളർച്ചയ്ക്കും നിറം വെക്കാനും ഒക്കെ ഓറഞ്ച് നീരിന് കഴിവുണ്ട്. എന്നും ഓറഞ്ച് കഴിക്കുന്നത് മൂലം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഓറഞ്ചിൽ അടങ്ങിയ ഫൈബർ കിഡ്നിയിൽ കല്ലുകൾ ഉണ്ടാക്കുന്നത് തടയും. അതുപോലെ തന്നെ ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ഫോളിക് ആസിഡ് മുടി കരുത്തോടെ വളരാനും മുടി കൊഴിച്ചിൽ മാറിക്കിട്ടുന്നതിനും സഹായിക്കുന്നു. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിനോയിഡ് പ്രായമാകുമ്പോൾ കണ്ണിനുണ്ടാകുന്ന രോഗങ്ങൾ മാറ്റാനും കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്ന ലിമോനിൻ എന്ന ഘടകം പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ക്യാൻസറിനെ തടയാനും സഹായിക്കുന്നു. നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും വരകളും ഉണ്ടാകുന്നത് തടയാനും ഓറഞ്ച് നീരിന് കഴിവുണ്ട്. BP കൺട്രോളിൽ നിർത്താനും അയൺ കുറവുള്ളവർക്ക് ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ്. ധാരാളം ഫൈബർ ഉള്ളതുകൊണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് കൺട്രോളിൽ നിർത്താനും ഓറഞ്ച് നീര് കഴിക്കുന്നത് നല്ലതാണ്. ഓറഞ്ച് നീരില് ന്യൂട്രിയൻസ്
മിനറൽസും വൈറ്റമിൻസും ഉള്ളത് കൊണ്ട് നമ്മുടെ ഹൃദയ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും ഓറഞ്ച് നീരിന് കഴിവുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഓറഞ്ച് നീരില് വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും സ്കിന്നിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനും സഹായിക്കുന്നു. നമ്മുടെ സ്കിന്നിലുള്ള പലതരത്തിലുള്ള ഡാമേജ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആന്റി ഓക്സിഡന്റുകളും ഫൈബറുകളും സഹായിക്കും. ഓറഞ്ചിൽ ഫൈബറുകളും പോഷകങ്ങളും ധാരാളം ഉള്ളതുകൊണ്ട് ദഹനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ദിവസവും ഓറഞ്ച് നീര് കുടിക്കുന്നത് കൊണ്ട് കിഡ്നിയിൽ കല്ലുണ്ടാകുന്നത് തടയുന്നു. ദഹന പ്രക്രിയ നേരെ നടക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ പല്ലുകൾക്കുള്ള ആരോഗ്യവും തിളക്കവും ഒക്കെ നൽകുന്നു. അതുപോലെ ആസ്മ രോഗികൾ ഓറഞ്ച് നീര് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചർമ്മ രോഗങ്ങൾക്ക് വളരെ ഗുണപ്രദമാണ്. ചർമ്മം തിളങ്ങാൻ സഹായിക്കുന്നു. ഓറഞ്ച് നീര് കഴിക്കുന്നത് കൊണ്ട് ക്യാൻസർ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദിവസവും ഓറഞ്ച് കഴിക്കുന്നത് ഈ ക്യാൻസർ ഒക്കെ വരുന്നത് തടയാൻ പറ്റും. രക്തത്തെ ശുദ്ധീകരിക്കുന്നതിനും ഓറഞ്ച് നീര് സഹായിക്കും. ശരീരത്തിനകത്തും പുറത്തുള്ള ഇൻഫെക്ഷൻ തടയുന്നതിനും ഓറഞ്ച് നീര് സഹായിക്കുന്നു. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതിനും ഹീമോഗ്ലോബിൻ നന്നായി ഉൽപ്പാദിപ്പിക്കുന്നതിനും മലബന്ധം തടയുന്നതിനും ഒക്കെ ഈ ഓറഞ്ച് നീര് സഹായിക്കും. അതുപോലെ തന്നെ നല്ല കാഴ്ചശക്തി കിട്ടുന്നതിനും ഓറഞ്ച് നീരിന് കഴിവുണ്ട്. അപ്പൊ എന്തുമാത്രം ഗുണങ്ങളാണ് ദിവസവും ഓറഞ്ച് കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്നത്. ഓറഞ്ച് ദിവസവും കഴിക്കുക അല്ലെങ്കിൽ ഓറഞ്ച് നീര് കഴിക്കുക, ഇത്രയും ഗുണങ്ങളാണ് ഈ ഓറഞ്ചിൽ അടങ്ങിയിട്ടുള്ളത്. നമ്മൾ നിസ്സാരമായി കളയുന്ന ഓറഞ്ച്. അപ്പൊ പലരും അങ്ങനെ കഴിക്കാറില്ല. ഓറഞ്ച് ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഹാൻഡ് ജ്യൂസർ ഉണ്ടെങ്കിൽ ഹാൻഡ് ജ്യൂസറിൽ വെച്ചിട്ട് ഒന്ന് സ്ക്യൂസ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈവച്ച് ഒന്ന് പിഴിഞ്ഞെടുത്താലും മതി. അപ്പൊ ഇത് മിക്സിയിലൊന്നും വെച്ച് അടിക്കുകയൊന്നും ചെയ്യരുത്. ഇങ്ങനെ തന്നെ ചെയ്യുക. കൈവച്ച് ഒന്ന് പിഴിയുക. അല്ലെങ്കിൽ ഹാൻഡ് ജ്യൂസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്യൂസ് ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഇതാ ഒന്ന് സ്ക്യൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതാ കണ്ടില്ലേ, കുരുവെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അരിക്കേണ്ട ആവശ്യമില്ല. അതിന് മാറ്റിവെക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് നാരങ്ങയാണ്. ഒരു വലിയ നാരങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ നാരങ്ങയുടെ ഗുണങ്ങൾ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുന്ന ഒന്നാണ് നാരങ്ങ. ഈ നാരങ്ങ നീര് ശരീരത്തിനും ചർമ്മത്തിനും ഒരുപോലെ ഗുണകരമായ ഒന്നാണ്. നാരങ്ങ നീര് ക്ഷീണം മാറാനും വൈറ്റമിൻ സി, ഡി, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അയൺ എന്നിവ നാരങ്ങ നീരിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പനി, തൊണ്ടവേദന, ജലദോഷം എന്നിവ മാറുന്നതിനും അമിതവണ്ണം കുറയുന്നതിനും നാരങ്ങ നീരിന് കഴിവുണ്ട്. അതുപോലെ സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട്, വായിലെ ബാക്ടീരിയകൾ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനുമൊക്കെ നാരങ്ങ നീരിന് വളരെയധികം കഴിവുണ്ട്. അതുപോലെ നമ്മുടെ ചർമ്മം സംരക്ഷിക്കാനും മൃദുവായി വെക്കാനും നാരങ്ങ നീരിന് കഴിവുണ്ട്. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും വൃക്ക ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥി തുടങ്ങിയവയെ അണുവിമുക്തമാക്കാനും എല്ലുകൾക്ക് ബലം നൽകാനും നാരങ്ങ നീരിന് കഴിവുണ്ട്. അപ്പൊ നാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നാരങ്ങ നീരിൽ സിട്രിക് ആസിഡ് അടങ്ങിയിരിക്കുന്നതിനാൽ ചർമ്മത്തിന്റെ പ്രായം തടഞ്ഞു നിർത്താൻ സഹായിക്കും. കൂടാതെ പല്ലുവേദനയും ദന്തരോഗങ്ങളും ചെറുക്കാനും ഒരു പരിധിവരെ ഈ നാരങ്ങ നീരിന് കഴിവുണ്ട്. അപ്പൊ ഈ നാരങ്ങ നീരിൽ അടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞാൽ ചർമ്മത്തില് ചുളിവുകൾ ഇല്ലാതാക്കുന്നതോടെ യുവത്വം വീണ്ടെടുക്കാൻ നാരങ്ങ നീര് ഒരുപാട് സഹായിക്കും. ശരീരത്തിലെ സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് മാറാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് നാരങ്ങ നീര്. നീർക്കെട്ടിന് കാരണമായ യൂറിക് ആസിഡിനെ പുറത്തു കളയുകയാണ് ഈ നാരങ്ങ നീര് ചെയ്യുന്നത്. ഇനി ഒരു മിക്സിയിലെ ജാർ എടുക്കാം. ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം സ്ക്യൂസ് ചെയ്തെടുത്ത ഓറഞ്ച് നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങ, കട്ട് ചെയ്തെടുത്ത നാരങ്ങ ഒന്നുകിൽ കൈവച്ച് പിഴിഞ്ഞൊഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഹാൻഡ് ജ്യൂസറിൽ വെച്ച് നാരങ്ങ ഞെക്കിയുണ്ടല്ലോ ഇതിൽ വെച്ച് നാരങ്ങ പിഴിഞ്ഞ് ഇതിന്റെ നീര് മുഴുവനും എടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് മഞ്ഞളാണ്. മഞ്ഞൾ എടുക്കുമ്പോൾ നമ്മൾ വീട്ടില് പൊടിച്ച് എടുക്കുന്ന മഞ്ഞളുണ്ടല്ലോ, നമ്മൾ കഴുകി ഉണക്കി മില്ലിൽ കൊടുത്ത് പൊടിക്കുകയോ അല്ലെങ്കിൽ വീട്ടില് മിക്സിയിൽ പൊടിക്കുകയോ ചെയ്യുന്ന മഞ്ഞൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കടയിൽ നിന്നും പാക്കറ്റുകളിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾ ഒരിക്കലും എടുക്കരുത്. അപ്പൊ മഞ്ഞൾ വാങ്ങി കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ചിട്ടുള്ള മഞ്ഞൾ വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതിലാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളത്. അപ്പൊ അങ്ങനെയുള്ള മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയിൽ നമ്മുടെ ശരീരത്തിൽ വരാൻ സാധ്യതയുള്ള പല രോഗങ്ങളും തടയാനുള്ള പവർ ഈ മഞ്ഞൾപ്പൊടിക്കുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് രോഗത്തിനും ആദ്യം കഴിച്ചു നോക്കാവുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ഉള്ളത് കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഏത് രോഗങ്ങളും മാറ്റാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കുടലിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, വയറിളക്കം മാറാനും വിട്ടുമാറാത്ത നെഞ്ചെരിച്ചൽ മാറാനും മഞ്ഞൾപ്പൊടിക്ക് കഴിവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിവർ ക്ലീൻ ചെയ്യാനും ഒരുപാട് തടി കുറയ്ക്കുന്നതിനും ഷുഗർ കുറയുന്നതിനും ഒക്കെ മഞ്ഞൾപ്പൊടിക്ക് കഴിവുണ്ട്. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി കൂട്ടുന്നതിനും മഞ്ഞൾപ്പൊടിക്ക് കഴിവുണ്ട്. മറവി രോഗങ്ങൾക്ക് ഒരു പരിധിവരെ മറവി രോഗം മാറിക്കിട്ടാനും ചർമ്മത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള അസുഖങ്ങൾ മാറിക്കിട്ടാനും അതുപോലെ തന്നെ
ചർമ്മത്തിലുണ്ടാകുന്ന വരകള്, ചുളിവുകള് ഇതൊക്കെ മാറ്റാനും നമ്മുടെ വെയിറ്റ് കുറയ്ക്കുന്നതിനും ഒരുപാട് ഈ മഞ്ഞൾപ്പൊടി സഹായിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒന്നാണ് ഉറക്കമില്ലായ്മ. ഇത് മാറിക്കിട്ടുന്നതിനും നമ്മുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജന്റെ അളവ് കൂട്ടി നമുക്കുണ്ടാകുന്ന മറവി രോഗം മാറ്റുന്നതിനും മഞ്ഞൾപ്പൊടിക്ക് കഴിവുണ്ട്. വൈറ്റമിൻ B6, വൈറ്റമിൻ C, കാൽസ്യം, പൊട്ടാസ്യം, മെഗ്നീഷ്യം, ഇരുമ്പ്, സിങ്ക് തുടങ്ങിയ ധാതുക്കൾ ഒരുപാട് മഞ്ഞൾപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഈ മഞ്ഞൾപ്പൊടിക്ക് കഴിവുണ്ട്. അപ്പൊ ദിവസവും മഞ്ഞൾപ്പൊടി കഴിക്കുന്നത് നല്ലതാണ്. ആർത്തവം നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ ആർത്തവ സമയത്തുണ്ടാകുന്ന അമിതമായ വേദന മാറ്റുന്നതിനും ദിവസവും മഞ്ഞൾപ്പൊടി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് വിട്ടുമാറാത്ത ശ്വാസം മുട്ടല്, തുമ്മല്, തൊണ്ടവേദന, ചൊറിച്ചിൽ, തൊണ്ടവേദന ഇതെല്ലാം മാറുന്നതിനും മഞ്ഞളിന് ഒരുപാട് കഴിവുണ്ട്. കരൾ സംബന്ധമായ അസുഖങ്ങൾക്കും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഈ മഞ്ഞൾപ്പൊടി കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മുഴകൾ തടയുന്നതിനും ക്യാൻസറിന്റെ സ്പ്രെഡ് കുറയ്ക്കാനും ഈ മഞ്ഞൾപ്പൊടി ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. കുടലിലും അതുപോലെ തന്നെ മലദോരത്തിലും ബ്രസ്റ്റിലും ഉണ്ടാകുന്ന ക്യാൻസർ കുറയ്ക്കുവാനും മഞ്ഞൾപ്പൊടിക്ക് കഴിവുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടലിലുണ്ടാകുന്ന ക്യാൻസർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദിവസവും മഞ്ഞൾപ്പൊടി കഴിക്കുന്നതുകൊണ്ട് കുടലിലുണ്ടാകുന്ന ക്യാൻസർ, മലദോരത്തിലുണ്ടാകുന്ന ക്യാൻസർ, അതുപോലെ തന്നെ ബ്രസ്റ്റിലുണ്ടാകുന്ന ക്യാൻസർ ഇവയൊക്കെ കുറയ്ക്കാൻ മഞ്ഞൾപ്പൊടിക്ക് ഒരുപാട് കഴിവുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട്, കാൽമുട്ടുവേദന, വാതരോഗം, ശരീരത്തിലുള്ള വേദന, അപ്പൊ ശരീരത്തിൽ പല പല വേദനകളുണ്ടല്ലോ, അതെല്ലാം മാറിക്കിട്ടുന്നതിന് ദിവസവും മഞ്ഞൾപ്പൊടി കഴിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ എന്താ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് സാധാരണ പച്ചവെള്ളം ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിന്റെ നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം. ഇഞ്ചി മുഴുവനും നല്ലതുപോലെ അടിഞ്ഞ് കിട്ടണം. അപ്പൊ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചൊഴിക്കാം. അപ്പൊ ഇത് കുടിക്കുന്നത് കൊണ്ട് ദിവസവും നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ മാറിക്കിട്ടുന്നതിന് സഹായിക്കും. അത് ഉറപ്പാണ്. ഞാൻ നോക്കി പരീക്ഷിച്ചിട്ടുള്ള ഒരു ജ്യൂസാണ്. ദിവസവും കുടിക്കുക. നമ്മുടെ യുവത്വം നിലനിർത്താൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും മാറുന്നതിനും അതുപോലെ തന്നെ ക്യാൻസർ സംബന്ധമായ രോഗങ്ങൾ വരെ മാറ്റുന്നതിന് നല്ലതാണ്. ഈ ബാക്കി വരുന്ന ചണ്ടിയൊക്കെ നമുക്ക് മാറ്റാം. ഇത് ആവശ്യമില്ല. ഈ ജ്യൂസാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അമേസിംഗ് ജ്യൂസാണ്. ഇത് ഒരുമിച്ച് കുടിക്കരുത്. ഇത് ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് കുടിക്കാൻ പറ്റും. ഒരു 30 മില്ലി, അതായത് 1.5 ടേബിൾ സ്പൂൺ വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ്. ഒരുപാട് അസുഖങ്ങൾ മാറുന്നതിനും നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണകരമായിട്ടുള്ള ഒന്നാണ് ഈ ജ്യൂസ്. അപ്പൊ ജ്യൂസ് കഴിക്കുന്നത് വഴി ദിവസവും 40 കലോറി കൊഴുപ്പ് കത്തിത്തീരും. അമിത വണ്ണമുള്ളവർക്കൊക്കെ ഈ ജ്യൂസ് ദിവസവും 1.5 ടേബിൾ സ്പൂൺ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. ഇതില് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്നും ചേർക്കരുത്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ എഫക്ട് മുഴുവൻ പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മധുരം ഇല്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചിയുടെ ഒരു ചെറിയ എരിവും നാരങ്ങയുടെ പുളിപ്പും എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് തേൻ ഒഴിച്ച് കുടിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ജ്യൂസ് കുടിക്കുന്നത് ശരീരത്തിലെ മാലിന്യങ്ങളെ മുഴുവനും നിർവീര്യമാക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ പൊണ്ണത്തടി ഉള്ളവർക്ക് തീർച്ചയായും ദിവസവും ഇത് കുടിക്കുക. ഞാൻ ഉറപ്പ് പറയുന്നു, സ്ഥിരമായി കഴിച്ച് പൊണ്ണത്തടി കുറയ്ക്കാവുന്നതാണ്. അപ്പൊ ഒരുപാട് പോഷക ഗുണങ്ങള് ഈ ജ്യൂസിലുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ വിഷാംശങ്ങളും മാറിക്കിട്ടുന്നതാണ്. ഉറപ്പാണ്. നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 2 ആഴ്ചയെങ്കിലും നിങ്ങൾ തുടർച്ചയായിട്ട് ഒന്ന് കുടിച്ചു നോക്കുക. അതിന്റെ ഫലം ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ സ്ഥിരമായിട്ട് ദിവസവും കുടിക്കുന്നത് നല്ലതാണ്. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്